എല്ലാ സജ്ജനങ്ങൾക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും പറയാറുള്ളത് പോലെ ഇന്ന് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എന്ന് പറഞ്ഞത് തിരുമ അല്ലെങ്കിൽ ശരീരത്തിലെ എല്ലാ ദോഷകോപങ്ങളെയും ഇല്ലാതാക്കി ശരീരത്തിലുള്ള കേടുപാടുകൾ മാറ്റി രക്തചംക്രമണങ്ങളെ കറക്റ്റാക്കി ശരീരത്തിലെ മാംസപേശികളുടെ ഇടയിൽ കൂടി അല്ലെങ്കിൽ ശരീരത്തിലെ മാംസപേശികളും ഞരമ്പുകളും രോഗങ്ങൾക്കും എല്ലാം ഒരു ഉത്തേജനം ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് തിരുമ അല്ലെങ്കിൽ പിഴിച്ചില്, ഉഴിച്ചിൽ, കിഴി, ധാര. ഇതിനെല്ലാം ഇതിൻ്റേതായ ഓരോ പ്രാധാന്യങ്ങളുണ്ട്. തിരുമ് എന്ന് നമ്മൾ പറയുമ്പോൾ തിരുമേൻ്റെ 44 തൊട്ട് 46 വരെയാണ് അതിനെക്കുറിച്ച് പല പ്രദേശങ്ങളിലും പല രീതിയിൽ പറയുന്നത്. അതിൽ തൃശ്ശൂരുള്ള തിരുമി ചികിത്സയും തിരുവിതാംകൂറിലുള്ള തിരുമി ചികിത്സയും വെവ്വേറെ മാറി മാറി നിൽക്കുന്നു. ചിലയിടത്ത് ചവിട്ടി തിരുമലുണ്ടെങ്കിൽ ചിലയിടത്ത് ശരീരത്തിൽ, അതായത് നമ്മൾ പാത്തികൾ കിടത്തി ചികിത്സിക്കുന്നവരുണ്ട്, ചിലവർ എണ്ണത്തോണിയിൽ കിടത്തി ചികിത്സിക്കുന്നവരുണ്ട്. ഇതെല്ലാം തിരുമി ചികിത്സയുടെ ഭാഗമായിട്ട് പല പല ഭാഗങ്ങളിൽ വരുന്നതാണ്. ഓരോ പാരമ്പര്യ വൈദ്യന്മാരുടെയും കുടുംബത്തുകളിൽ പല രീതിയിൽ അവർക്ക് അന്നന്ന് അനുയോജ്യമായിട്ട് തോന്നുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് അവർ തിരുമിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആചാര്യന്മാർ അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെ ആസ്പദമാക്കിയാണ് തിരുമുകൾ പോകുന്നത്. ശാസ്ത്രീയമായിട്ട് ഓരോ തിരുമുകൾ ചെയ്യുമ്പോഴും ഒരു കാര്യം നമ്മൾ വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കിയിരിക്കണം. തിരുമെന്ന് പറഞ്ഞാൽ മർമ്മശാസ്ത്രവും ആരോഗ്യശാസ്ത്രവും ശരിക്കും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും തിരുമി ശാസ്ത്രം നടത്തുന്നത്, അല്ല തിരുമ് പരിപാടി അല്ലെങ്കിൽ തിരുമ് ചെയ്യുന്നത്. അപ്പം തിരുമ് ചെയ്യുമ്പം അതിൽ പല പല കർമ്മങ്ങളും പല പല തിരുമ് ശൈലികളും പല രീതികളുമുണ്ട്. അത് കേടുപാട് വന്നവർക്കൊന്ന്, മരുന്ന് മുറിവുണ്ടായിട്ട് കെട്ടിയിട്ട് തിരുമുന്ന ഒരു കെട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ചികിത്സകളുണ്ട്. അതെല്ലാം നമ്മുടെ വാദ ചികിത്സയോട് സാമീപ്യപ്പെട്ട് ഓരോരുത്തരും ചെയ്യുന്നതാണ്. ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന എല്ലാ കായിക അധ്വാനത്തിനും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാവുന്ന ക്ഷതങ്ങളും ക്ഷയങ്ങളും മനസ്സിലാക്കി അതിനെ വേണ്ട രീതിയിൽ നാഡിഞരമ്പുകൾ പിടിച്ച് ചികിത്സിച്ച് തിരുമി ഒതുക്കുന്നതും തിരുമി ശരിയാക്കുന്നതുമായ ഒരു പ്രവണതയാണ് നമ്മളെ തിരുമ ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ തിരുമായി ചിത്രീകരിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ വികാരങ്ങളും വിചാരങ്ങളെയും നമ്മൾ നിയന്ത്രിച്ച് മനസ്സിനെ സാന്ത്വനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള ഒരു സുഖ ചികിത്സാ മെത്തേഡിനും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി കാലാകാലങ്ങളിലുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾക്കും ഇനി ഉണ്ടാകാതിരിക്കാൻ ഉള്ള ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയുമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഏതൊരു വ്യക്തി ഇതെല്ലാം ചെയ്യുന്നുവോ അവർക്ക് അവരുടേതായ ശരീരത്തിന് ആരോഗ്യവും ബലവും വീര്യവും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ ചെയ്യുന്ന ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കണക്ക് മർമ്മശാസ്ത്രം മനസ്സിലാക്കിയിരിക്കണം, ശരീരഘടനകൾ മനസ്സിലാക്കിയിരിക്കണം, ശരീരശാസ്ത്രം മനസ്സിലാക്കിയിരിക്കണം. ഇതനുസരിച്ച് ശരിയായ രീതിയിൽ തിരുമ് നടത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും എല്ലാവർക്കും നല്ല ആരോഗ്യവും ബലവും കിട്ടുന്നതുമായിരിക്കും. അവർക്ക് പിന്നീടും അവർക്ക് അടുത്ത വർഷത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ്, ശരീരത്തിനുണ്ടാകുന്ന ഒരു തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ ഓരോ തിരുമിനെയും കണക്കാക്കേണ്ടത്. അങ്ങനെ കണക്കാക്കി അതിൽ പിന്നെ നമ്മൾ പല പല ദ്രവ്യങ്ങൾ കൊണ്ടുള്ള തിരുമുകളുണ്ട്. അതായത് പാല് കൊണ്ട് ഉപയോഗിക്കും. അതായത് ചൂടുള്ള കാലത്താണെങ്കിൽ പാല് കൊണ്ട് ഉപയോഗിക്കും, തണുപ്പുള്ള കാലത്താണെങ്കിൽ ആവി കൊണ്ട് ഉപയോഗിക്കും. അങ്ങനെ ഓരോ ഋതു ഭേദം മനസ്സിലാക്കി ചികിത്സിക്കുന്ന ശൈലികളുണ്ട്. അതുപോലെ തന്നെ രോഗികളുടെ ചൂട് അല്ലെങ്കിൽ വാതകോപങ്ങളെ മനസ്സിലാക്കി ചികിത്സിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ പല പല രീതികളുണ്ട്. ഓരോ രീതിയെയും നമ്മളെ അവലംബിച്ചിട്ടും അത് അറിയാവുന്ന ഓരോ വൈദ്യന്മാരുടെ അരികെ പോയി നമ്മൾ ഓരോന്നും പഠിക്കുന്നതും നന്നായിരിക്കും. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് കുറച്ച് കാര്യം പഠിച്ചിട്ട് നമുക്കെല്ലാം അറിയാം എന്നുള്ള അന്ധമായ ഭാവനയോടുകൂടി ആരെയെങ്കിലും വിമർശിക്കാൻ ഇറങ്ങിത്തിരിക്കരുതേ എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഈ തിരുമി ചികിത്സ ഒരു നല്ല കാര്യങ്ങളായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കുവാൻ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.